ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കണ്ടേ? പിന്നെ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. ഈ കഥയിലെ നായകൻ വിനോദാണ്. അപ്പോൾ ഞാൻ ഇനി വിനോദായിട്ട് തന്നെ സംസാരിക്കാം. എൻ്റെ പേര് വിനോദ്. ഞാനിപ്പോൾ ഗൾഫിൽ നിന്നും ജോലി ചെയ്യുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം അമ്പലവും പ്രാർത്ഥനയുമായി കിട്ടിയ ഒരു കുട്ടിയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അവളുടെ പേര് ആതിര എന്നാണ്. വിവാഹം കഴിഞ്ഞ സമയത്ത് കുട്ടികളില്ലാത്ത പ്രശ്നം കാരണം ഒരുപാട് ഡോക്ടർമാരെ ഞാനും എൻ്റെ ഭാര്യയും പോയി കണ്ടു. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരുപാട് അമ്പലത്തിലും ഞാൻ കയറി ഇറങ്ങി. അവസാനം സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ വളരെ വിഷമത്തിലായി. ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഞങ്ങളുടെ വിഷമം കാരണം അവരും ഒരുപാട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി. അതിനിടയ്ക്ക് ഭാര്യ ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു. നടുവേദനയും വന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ജീവിതം എന്നത്തേക്കുമായി ഒരു കർട്ടൻ വീണ പോലെയായി. അവളുടെ നടുവേദന കുറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ അവളെ പലതും പറഞ്ഞ് നിർബന്ധിച്ചു. പിന്നീട് ഞങ്ങൾ കുറച്ച് ആസ്വദിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ അവൾക്ക് വേദന കൂടി. എനിക്കവളെ അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അവളെ ഇതിന് സമ്മതിപ്പിക്കുന്നത് നിർത്തി. എനിക്ക് പിന്നീട് വീഡിയോസ് മാത്രമായിരുന്നു ഒരു ശരണം. പക്ഷെ പോകെ എനിക്ക് അതും മടുത്തു തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വന്നെത്തിയെന്ന് പറയാം. അങ്ങനെ പോകും സമയം ഒരു 4 മാസം കഴിഞ്ഞു. അന്ന് ഭാര്യയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അതിനവളുടെ അമ്മ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. ഞാനും ഭാര്യയും കൂടി അവിടേക്ക് പോയി. ഗംഭീര പരിപാടിയായിരുന്നു അവിടെ. പൂരത്തിന് 2 ദിവസം മുമ്പേ ഞാനും ഭാര്യയും അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. എല്ലാവർക്കും ഞങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം പോലെയായിരുന്നു. എന്നാലും അവളുടെ വീട്ടുകാർ കഴിയുന്ന പോലെ ഞങ്ങളെ ഹാപ്പിയാക്കി ഓരോന്ന് സംസാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഫുഡെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. ഞാനും ഭാര്യയും റൂമിൽ ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അനിയത്തി ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നത്. എനിക്കതിനു മുമ്പൊന്നും ആ കുട്ടിയോട് അങ്ങനെ തോന്നിയിരുന്നില്ല. അവളുടെ പേര് ആശ എന്നാണെന്ന്. ആള് നല്ല ഫുഡിയാണ്. അതിൻ്റെ എല്ലാം കാണാനുമുണ്ട്. ആശ എന്ന പേര് പോലെ തന്നെ ആരെയും ആശിപ്പിക്കും അവൾ. ഞാനവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു, ഇവളുടെ അനിയത്തി കെട്ടിയാൽ മതിയായിരുന്നു എന്ന്. അവൾ എന്നോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ആൾക്ക് കാമുകനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാനും ഭാര്യയും കൂടി അവളെ കളിയാക്കാൻ തുടങ്ങി. പക്ഷേ ആൾക്ക് അങ്ങനൊരു വിചാരമില്ലാത്ത കുട്ടിയാണ്. ഒരു അമ്പലവാസി കുട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലുള്ള സമയത്ത് മുഴുവൻ ഇവളോട് കൂടുതൽ അടുപ്പം കാണിക്കാനും സംസാരിക്കാനെല്ലാം തുടങ്ങി. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും. അവളുടെ ഓരോ സംസാരവും എന്നിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മുട്ടിടാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഉത്സവത്തിൻ്റെ തലേ ദിവസം ഗാനമേളയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ അത് കാണാൻ പോവാൻ പ്ലാൻ ചെയ്തു. അതിനു മുമ്പ് അവൾക്ക് ദീപാരാധന തൊഴാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭാര്യയും കൂടി അമ്പലത്തിൽ പോയി. അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞ് ഞാനും ഭാര്യയും വീട്ടിലേക്ക് തിരിച്ചു. വീടിൻ്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വണ്ടി നിർത്താൻ ഭാര്യ പറഞ്ഞു. അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങി ഞാനും ഭാര്യയും കൂടി അവളുടെ വീടിൻ്റെ പടിക്കലെത്തി. വീട്ടിലേക്ക് കയറും നേരം അവളുടെ അയൽവാസി സുധേച്ചി പുറകിൽ നിന്നും വിളിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, സുധേച്ചി എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാം, ചേട്ടൻ അകത്തേക്ക് പോക്കോ എന്ന്. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് നടന്നു. നേരെ ഞങ്ങളുടെ റൂമിൻ്റെ മുന്നിലെത്തി. റൂമിൽ ലൈറ്റുണ്ട്. ഞാൻ നടന്നു പോയി റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നതും എൻ്റെ കണ്ണിലൂടെ പൊന്നിച്ച് പറക്കും കാഴ്ചയാണ് ഞാൻ ഉള്ളിൽ കണ്ടത്. ഭാര്യയുടെ അനിയത്തി. അവളെ ആ ഒരു കോലത്തിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ അവളെ നോക്കുന്നത് അവളും കണ്ടു. പെട്ടെന്ന് എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. അപ്പോൾ ഭാര്യ കയറി വന്നു. റൂമിൽ പോയി ഇരിക്കാറുന്നില്ലേ, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. എന്നെ കണ്ടതും ഭാര്യ പറഞ്ഞു.
അത് റൂമിൽ റൂമിൽ ആശയുണ്ട്, അതാ. ഞാൻ പറഞ്ഞു. ആണോ, എന്നാൽ ഇവിടെ ഇരിക്ക്, ഞാൻ ചായ എടുത്ത് വരാം. അതും പറഞ്ഞ് ഭാര്യ അടുക്കളയിലേക്ക് പോയി. ഞാൻ അവിടെ സോഫയിലിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആശ പുറത്തേക്ക് വന്നു. മോളെ, സോറി, ചേട്ടൻ വിചാരിച്ചില്ല നീ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന കാര്യം. ഞാൻ പറഞ്ഞു. ആ, അത് കുഴപ്പമില്ല, ആകെ നാണം കെട്ടുപോയി. അതും പറഞ്ഞ് അവൾ പുഞ്ചിരിച്ച് അടുക്കളയിലേക്ക് പോയി. ഞാൻ റൂമിൽ പോയി കിടന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആശയുടെ ആ രംഗമായിരുന്നു. ഒരു സുന്ദരി തന്നെയാണ് അവൾ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെയാൾ തല പൊക്കി. ഞാൻ അവിടെ ഓരോന്നാലോചിച്ചിരുന്നു. അന്ന് രാത്രി അതും ആലോചിച്ച് ഞാനും ഭാര്യയും കൂടി അവൾക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അവൾ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. കാരണം അവളുടെ അനിയത്തിയാണ് ഞാൻ സങ്കല്പിച്ചത്. പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കട്ടിലിൽ ഭാര്യ കിടക്കുന്നുണ്ട്. അവളുടെ അമ്മ അവൾക്ക് തൈലം പുരട്ടി കൊടുക്കുന്നു. അത് കണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഡോക്ടർ പറഞ്ഞതല്ലേ ഇപ്പോൾ ഇത് വേണ്ടെന്ന്. എനിക്ക് വല്ലാതെ വേദനയുണ്ട്. ഇനി തൊട്ട് ഞാൻ വടക്കേ റൂമിൽ കിടന്നോളാം ഒറ്റയ്ക്ക്, ഭാര്യ ദേഷ്യം പിടിച്ച് എന്നോട് പറഞ്ഞു. അത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. ഞാൻ പറഞ്ഞു. ഞാനിനി നിങ്ങളുടെ ഒപ്പം കിടക്കുന്നില്ല, ഞാൻ വേറെ റൂമിൽ കിടന്നോളാം. അവൾ പറഞ്ഞു. അത് വേണ്ടടി, ഞാൻ നിന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തോളാം, അത് പോരെ നിനക്ക്. ഞാൻ നല്ല ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ അവളാകെ എന്തോ പോലെയായി. എനിക്കപ്പോൾ വന്ന ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. എന്നെ വേണ്ടെങ്കിൽ നിങ്ങളെന്നെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്ക്, അവൾ പറഞ്ഞു. ആടി, ഉടൻ തന്നെ അതിനൊരു തീരുമാനം ഞാൻ എടുക്കുന്നുണ്ട്, പോരെ. ഞാൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നേരം ഭാര്യയുടെ അമ്മ പുറകെ വന്നു. മോനെ, നീ അവിടെ നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ ചോദിച്ചു. എടാ, അവൾക്ക് നല്ല വേദനയുണ്ട്, അതാ അവൾ അങ്ങനെ പറയുന്നേ. അവളുടെ വേദന ഒന്ന് മാറും വരെ മോനൊന്ന് ക്ഷമിക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളത് വെച്ച് നടക്കേണ്ടി വരും. അതാ, അവളുടെ അമ്മേനോട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവളുടെ കാര്യം ഇങ്ങനെയായപ്പോൾ ഇവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് വേറെ കെട്ടാനാ എൻ്റെ വീട്ടുകാർ പറയുന്നത്. എന്നിട്ടും ഞാൻ അത് ചെയ്തില്ല. എനിക്കവളെ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനിയത്തി ആശ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നു. എന്താ ഇവിടെ ആകെ ഒരു ബഹളം? അവൾ ചോദിച്ചു. അതൊന്നുമില്ല, നീ അതൊന്നും അറിയണ്ട, പൊയ്ക്കേ, അവളുടെ അമ്മ പറഞ്ഞു. ഞാൻ തോർത്തുമെടുത്ത് സോപ്പുമെടുത്ത് കുളത്തിലേക്ക് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. ചേട്ടാ, ഒന്ന് നിൽക്ക്, ഞാനും വരുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആശയായിരുന്നു. ഞാൻ അവിടെ നിന്നും അവൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാനും അവളും കൂടി കുളത്തിലേക്ക് നടന്നു. കാവ് വഴി വേണം കുളത്തിലേക്ക് പോകാൻ. ഞാനും അവളും അതിലൂടെ നടന്നു. പോകും വഴി ആശ എന്നോട് പറഞ്ഞു. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? ഞാൻ ചോദിച്ചു. അത് ചേട്ടാ, അവൾക്ക് തീരെ പറ്റാതെയാണ് ഇതിൽ നിന്നും ഒഴിവായി പോകുന്നത്. അല്ലാതെ ചേട്ടനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അവൾക്ക് ചേട്ടനെന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ ഈ വേദന ഒന്ന് മാറും വരെ അല്ലേ ചേട്ടാ. ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാം. പക്ഷേ അവൾക്ക് നല്ല വേദനയുണ്ട്, അതാ. ഞാനിതൊക്കെ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടാ. അവളെൻ്റെ ചേച്ചിയല്ലേ. ചേട്ടൻ ഇത് പറഞ്ഞ് അവളെ വേണ്ടെന്ന് വെച്ചാൽ അവൾ എന്തെങ്കിലും ചെയ്യും. അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ചേട്ടാ. ഇതൊന്ന് പറയാനാണ് ഞാൻ വന്നത്, ആശ എന്നോട് പറഞ്ഞു. നിനക്ക് എൻ്റെ പ്രശ്നത്തെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല. അതാ ഞാൻ നിനക്ക് ഇതിനുള്ള മറുപടി തരാത്തത്. ഞാൻ ദേഷ്യം പിടിച്ച് ആശയോട് പറഞ്ഞു. ചേട്ടൻ എന്നോട് പറ, ഞാനതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നിനക്ക് അതിന് കഴിയില്ല മോളെ, ഞാൻ പറഞ്ഞു. ചേട്ടന് എന്നെപ്പറ്റി അറിയാത്തതാണ്. ഞാനൊരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും, അവൾ പറഞ്ഞു. ഓഹോ, എങ്കിൽ ഈ പ്രശ്നം നിനക്ക് നിസ്സാരമായി തീർക്കാൻ കഴിയും. ആ, അതാ പറഞ്ഞത്. ചേട്ടൻ എന്താന്ന് വെച്ചാൽ പറ. പിന്നെ ബാംഗ്ലൂരിൽ ഇതിനു വേണ്ട എല്ലാ ചികിത്സയുമുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആയുർവേദമാണ്, അവൾ പറഞ്ഞു.
അവിടെയെല്ലാം ഞങ്ങൾ പോയതാണ്. ആണോ ചേട്ടാ? അവളെ ഡിവോഴ്സ് ചെയ്യരുത്. അങ്ങനെ വല്ലതും ഉണ്ടായാൽ അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമാണ്. അല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്തോ എനിക്ക് ഈ പ്രശ്നം നിസ്സാരമായി തീർക്കാമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? അതെന്താ? അവൾ ചോദിച്ചു. അതോ, അത് ഒരു 1.5 മണിക്കൂർ പണി മാത്രമേ ഉള്ളൂ. ഞാനും ഹാപ്പിയാകും, നീയും ഹാപ്പിയാവും, നിൻ്റെ ചേച്ചിയും ഹാപ്പിയാകും. ഞാൻ പറഞ്ഞു. ആണോ? അതെന്താ ചേട്ടൻ പറ. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ? വല്ല എക്സസൈസ് എങ്ങാനും ആണോ? ആ, അതൊരു തരം എക്സസൈസ് തന്നെയാണ്. ആ, എന്നാ ചേട്ടൻ പറ, അവൾക്ക് വേണ്ടിയല്ലേ? അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ ചേച്ചിയെ അത്രയും ഇഷ്ടപ്പെടുന്നുവെന്ന്. ഞാനിതിപ്പോൾ എങ്ങനെ നിന്നോട് പറയുക? പറ ചേട്ടാ, വാഗൊണ്ടങ്ങ് പറ. അത് പിന്നെ, നിൻ്റെ ചേച്ചിക്ക് പറ്റാത്തത് നിനക്ക് പറ്റുമോ? ഞാൻ ചോദിച്ചു. എന്ത്? അത് നിനക്കെൻ്റെ ഭാര്യയാകാൻ പറ്റുമോ? നിൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി. ഇത് നമ്മൾ രണ്ടുപേരുമല്ലാതെ ഒരാളും അറിയില്ല. നിൻ്റെ ചേച്ചിയൊന്നും എൻ്റെ ഭാര്യയായി ഉണ്ടാകും. നിനക്ക് പറ്റുമോ? നീ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ആളല്ലേ? പറ, പറ്റുമോ? അത് പറഞ്ഞു തീർന്നതും അവൾ കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു. ആശേ, നിക്ക്, എടി നിക്ക്. ഞാൻ അവളെ പുറകിൽ നിന്നും വിളിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് ഓടിപ്പോയി. എനിക്കാകെ ഒരു ടെൻഷനായി. അവളെങ്ങാനും വീട്ടിൽ പോയി പറഞ്ഞാൽ എൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. ഞാനവളുടെ പിന്നാലെ പോയില്ല. നേരെ കുളത്തിലേക്ക് നടന്നു. ആകെ ഐസ് പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് വല്ലാത്ത പേടി എൻ്റെ ഉള്ളിൽ വന്നു. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുളിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഭാര്യ നിൽക്കുന്നു. ഞാൻ കയറി ചെന്ന് അവൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ നിന്ന് നിന്നേ നിങ്ങൾ. അവൾ എന്നെ വിളിച്ചു. ഞാൻ പേടിച്ച് അന്താളിച്ച് അവളെ നോക്കി. ഈ തല ഒന്ന് ശരിക്ക് തുവർത്ത്, വല്ല ജലദോഷം വന്നാൽ നന്നാകും. അവൾ എൻ്റെ തല തുവർത്തി തന്നു. ഞാനത് കഴിഞ്ഞ് റൂമിൽ പോയി ഫോൺ എടുത്ത് ഫോണിൽ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, ഭാഗ്യം അവൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒന്ന് ആശ്വാസമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനിയത്തി ആശ അതിലൂടെ പാസ് ചെയ്യുന്നു. ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ എൻ്റെ റൂമിലേക്ക് വന്നു. നാണില്ലല്ലോ ചേട്ടന് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? ആരെങ്കിലും ഇത് അറിഞ്ഞാലുള്ള കാര്യം ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ എന്നോട് പറഞ്ഞു. എടി, ഇതാരും അറിയില്ല. നീയായി ആരോടും പറയാതിരുന്നാൽ മതി. ഒരാഴ്ച കൂടി ഞാൻ നോക്കും. അതുകൂടി കഴിഞ്ഞ് അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവളെ വിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവും. അത്ര തന്നെ. ഞാൻ അവളോട് തീർത്തു പറഞ്ഞു. അയ്യോ ചേട്ടാ, അവളൊരു പാവ, ഒന്നും മനസ്സിലാക്ക്. എടി മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ എൻ്റെ ഭാര്യയൊന്നും ആകണ്ട. ഒരൊറ്റ പ്രാവശ്യം മാത്രം മതി. നിനക്ക് നിൻ്റെ ചേച്ചിയോട് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നീയൊന്ന് വാ. ഒരാൾ പോലും ഇത് പുറത്തറിയില്ല. അതോ നിനക്ക് പറ്റില്ലെങ്കിൽ പറ, എനിക്ക് ഡിവോഴ്സിൻ്റെ കാര്യം നോക്കാനാണ്. ഞാൻ പറഞ്ഞു. ചേട്ടാ, ഇതെന്താ പറയുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എൻ്റെ ലൈഫ് എന്താകും? അവൾ പറഞ്ഞു. എന്താകാൻ ആരും അറിയില്ല. ആരെങ്കിലും അറിഞ്ഞാലല്ലേ പ്രശ്നം. അത് എനിക്കൊന്ന് ആലോചിക്കണം. അവസാനം എന്നെയും അവളെയും ചതിച്ച് വേറെ കല്യാണം കഴിച്ചാൽ ഞാൻ സത്യമെല്ലാം വിളിച്ചു പറയും. ഞാൻ എന്തെങ്കിലും ചെയ്യും. അവൾ പറഞ്ഞു. എടി, എനിക്കിപ്പോൾ ഇതാണ് ആവശ്യം. അതിന് നീ തന്നെ വേണമെന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും. ഞാൻ പറഞ്ഞു. അത് എനിക്കൊന്ന് ആലോചിക്കണം. അതും പറഞ്ഞ് അവൾ പോയി. ഞാൻ മനസ്സിലപ്പോൾ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവൾക്ക് തലയ്ക്ക് തീരെ വിവരമില്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാനും ഭാര്യയും റൂമിൽ നിൽക്കുകയാണ്. ഭാര്യ ഉറങ്ങിയിരുന്നു. ഞാൻ ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ചേട്ടാ, ഇത് ഞാനാ. ആരാ? ഞാൻ ചോദിച്ചു. ഞാനാ, ആശ. ആ, ആശയോ? എന്തായി, ആലോചിച്ച് കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു. കഴിഞ്ഞു. പക്ഷേ ഒരു പേടി. ആരെങ്കിലും അറിഞ്ഞാൽ, ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ആയാലും ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാണ്.
എൻ്റെ മോളെ നീ പേടിക്കണ്ട, ചേട്ടനല്ലേ ഈ പറയുന്നത്. ഇത് മൂന്നാമതൊരാൾ അറിയില്ല. നീ ഒരു കാര്യം ചെയ്, മുകളിലത്തെ മുറിയിലേക്ക് വാ. അയ്യോ അത് വേണ്ട, ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ ആകെ പ്രശ്നമാകും, എൻ്റെ ജീവിതം തകരും, അവൾ പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുക? അത് ആരെങ്കിലും കാണുമോ? എടി ഇല്ല, ഈ പാതിരാത്രി സമയത്ത് ആര് വരാനാണ്? എന്നാലും എനിക്കൊരു പേടി. എടി ഞാനില്ലേ, പിന്നെ എന്താ, ഒരു 10 മിനിറ്റ് അത്രയും സമയം എടുക്കൂ, വേഗം വാ പ്ലീസ്, നിന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ. ഞാൻ വരാം, 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വിടണം. ആ നീ വാ. ഞാൻ എഴുന്നേറ്റ് വീടിൻ്റെ മുകളിലെ മുറിയിലേക്ക് പതുക്കെ സൗണ്ട് ഉണ്ടാക്കാൻ നടന്നു. മുകളിലെ മുറിയിലെത്തി ഞാൻ അവിടെ കട്ടിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൊബൈൽ ടോർച്ചിലെ ലൈറ്റ് അടിച്ച് ആരോ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവളാണ്, ആശ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.